നിങ്ങളുടെ ജീവിതത്തിൽ ഏ, എപ്പോഴെങ്കിലും ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് കരുതുക. അതായത് അപ്രതീക്ഷിതമായി എല്ലാം തകർന്നടിയുന്ന ആ ഒരു അവസാന നിമിഷം നിങ്ങൾ ശരിക്കും എന്താണ് ചെയ്യുക? അതെ, അതൊരു വലിയ ചോദ്യമാണ്. അതെ, ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് ചിന്തിക്കുമോ, അതോ ഇതിനൊക്കെ കാരണക്കാരായവരെ ശപിച്ച് അവരെ കുറ്റപ്പെടുത്തി സമയം കളയുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാല് നമ്മളിൽ പലരും ശരിക്കും ആ രണ്ടാമത്തെ കൂട്ടത്തിലാണ്. തീർച്ചയായും നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. അതെ, ഇതൊരു തരം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നൊരു മനഃശാസ്ത്രപരമായ കളിയാണ്. അപ്പോ നിങ്ങളുടെ സ്വന്തം മനസ്സിലേക്കുള്ള ഈ ഒരു യാത്രയിലേക്ക്, ഈ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായൊരു പഠനമാണ്. അതായത് 41-ാം അധ്യായത്തിലെ 29-30 വാക്യങ്ങളിലെ രണ്ട് വ്യത്യസ്ത മനസ്സുകളെയും വ്യക്തിത്വങ്ങളെയും കുറിച്ചുള്ളൊരു ലേഖനം. കേൾക്കാൻ നല്ല രസമുള്ളൊരു വിഷയമാണിത്. ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു മതപരമായ ചർച്ചയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചും നാം നമ്മെ തന്നെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുമുള്ള അതിശയകരമായ ഒരു പഠനമാണിത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ സ്രോതസ്സുകളിൽ പറയുന്ന രണ്ടു വ്യക്തികൾ, അവർ തികച്ചും വ്യത്യസ്തരായ രണ്ടു മനുഷ്യരാണല്ലേ? അതെ അതെ. ഈ സ്രോതസ്സുകളിൽ നമ്മൾ കാണുന്നത് വെറുമൊരു കഥാപാത്ര സൃഷ്ടിയല്ല, മറിച്ച് മനുഷ്യൻ സ്വന്തം ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു രണ്ട് തീവ്രമായ അവസ്ഥകളാണ്. അതായത് പ്രതിസന്ധികളെ നേരിടുമ്പോൾ മനുഷ്യന്റെ തലച്ചോറ് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു വിശകലനം ഇതിലുണ്ട്. ഒരു വ്യക്തി തന്റെ ചുറ്റുപാടുകളോട് എങ്ങനെ സംവദിക്കുന്നു, സ്വന്തം സ്വത്വത്തെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നതിലേക്കാണ് ഈ ലേഖനം വിരൽ ചൂണ്ടുന്നത്. എനിക്ക് ഈ ലേഖനത്തിൽ ആദ്യം തന്നെ എന്റെ ശ്രദ്ധ ആകർഷിച്ചത് ഈ രണ്ട് വ്യക്തികളും ശരിക്കും എങ്ങോട്ടാണ് നോക്കുന്നത് എന്നതാണ്. അതായത് എന്താ പറയാ, അവരുടെ കാഴ്ചപ്പാടുകളുടെ ദിശ. അതെ, ആ ഒരു നോട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. 29-ാം വാക്യത്തിലെ വ്യക്തിയെക്കുറിച്ച് ലേഖനം പറയുന്നത് അയാൾ എപ്പോഴും പിന്നോട്ട് നോക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു എന്നാണ്. അതായത് ആ പ്രതിസന്ധിയുടെ അവസാന നിമിഷത്തിൽ പോലും തങ്ങളുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആ വലിയ നിമിഷത്തിൽ പോലും അവരുടെ നോട്ടം പുറത്തേക്കാണ്. ശരിയാണ്, സ്വന്തം തെറ്റുകളിലേക്കല്ല അവർ നോക്കുന്നത്. അതെ, അവർ തങ്ങളെ വഴിതെറ്റിച്ച് ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. സ്വന്തം വീഴ്ചകൾക്ക് മറ്റുള്ളവരെ പഴിചാരുകയാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്താണെന്ന് വെച്ചാൽ, വണ്ടി ഓടിക്കുമ്പോൾ മുന്നോട്ട് നോക്കുന്നതിന് പകരം ആ തന്നെ ഇടിച്ചയാളെ ശകാരിക്കാൻ എപ്പോഴും ആ റിയർവ്യൂ മിററിലൂടെ പിന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. അതൊരു കിടിലൻ ഉപമയാണ്. റിയർവ്യൂ മിററിലൂടെ നോക്കി വണ്ടി ഓടിക്കുക അല്ലേ? വണ്ടിയൊരു വലിയ അപകടത്തിൽപ്പെടാൻ പോകുന്ന ആ അവസാന നിമിഷത്തിൽ പോലും വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടുന്നതിനോ മുന്നോട്ട് നോക്കി വണ്ടി വെട്ടിക്കുന്നതിനോ പകരം പുറകിലുള്ള ആളെ ചീത്ത വിളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തിനാണ് മനുഷ്യർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത്? ആ റിയർവ്യൂ മിറർ ഉപമ വളരെ കൃത്യമാണ് കേട്ടോ. കാരണം നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത് എന്നത് നമ്മുടെ നിയന്ത്രണം എവിടെയാണ് എന്ന് തീരുമാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിന് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുക എന്നത് വളരെ ഊർജ്ജം ആവശ്യമുള്ള, അതൊരു വേദന നൽകുന്ന ഒരു പ്രക്രിയയാണ്. സൈക്കോളജിയിൽ നമ്മളതിനെ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് വിളിക്കാറുണ്ട്. കോഗ്നിറ്റീവ് ഡിസോണൻസും? അതെ, തെറ്റ് ചെയ്തോന്ന് വിശ്വസിക്കുന്നത് സ്വന്തം ഈഗോയ്ക്ക് വലിയ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് തലച്ചോർ എപ്പോഴും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കും, അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ആ 29-ലെ വ്യക്തിയുടെ ബോധമണ്ഡലം മുഴുവൻ പുറത്തുള്ളവരിലാണ്. ഓ, അപ്പോ സ്വയം രക്ഷപ്പെടാനുള്ള തലച്ചോറിന്റെ ഒരു അടവാണത് അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. തനിക്ക് സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം മറ്റാരെങ്കിലുമാണ്. അതുകൊണ്ട് അവരെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് വിശ്വസിക്കാനാണ് അയാൾക്ക് താൽപ്പര്യം. നിൽക്കൂ, പക്ഷേ ചില സമയങ്ങളിൽ മനുഷ്യർ ശരിക്കും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാറില്ലേ? അതായത് ഒരാൾ ശരിക്കും ഒരു ഇരയായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാമല്ലോ. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ്? അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും മനുഷ്യർ വഞ്ചിക്കപ്പെടാം. എന്നാൽ ഇവിടെ പ്രശ്നം അതല്ല. തനിക്ക് സംഭവിച്ചൊരു മോശം കാര്യത്തെ ആ വ്യക്തി എങ്ങനെ നേരിടുന്നു എന്നതാണ് വിഷയം. നേരിടുന്ന രീതി. അതെ, 29-ലെ വ്യക്തി പ്രതിസന്ധിയുടെ അവസാന നിമിഷത്തിൽ പോലും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നില്ല, മറിച്ച് ആരെ കുറ്റപ്പെടുത്തണമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ 30-ാം വാക്യത്തിലെ വ്യക്തിയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ആ ലേഖനത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവരുടെ നോട്ടം ഒരേ സമയം മുകളിലേക്കും സ്വന്തം ഉള്ളിലേക്കുമാണ് എന്നാണ്.
ഉള്ളിലേക്ക് നോക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതെ അതെ, ഞങ്ങളുടെ നാഥൻ ദൈവമാണ് എന്ന ഒറ്റ വാചകത്തിൽ അവർ വിശ്വസിക്കുന്നു. അവർ ചുറ്റുമുള്ള ശത്രുക്കളെ തേടുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താൻ അവർ മനക്കിടുന്നില്ല. അതെനിക്ക് വളരെ കൗതുകകരമായി തോന്നി, അവർ ശത്രുക്കളെ തിരയുന്നില്ല എന്നത്. കാരണം സാധാരണ നമ്മളൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ ആരാണതിന് കാരണം എന്ന് ചോദിച്ച് ഒരു വില്ലനെ കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതെ, നമുക്കെപ്പോഴും ഒരു വില്ലനെ വേണം. ഒരു വില്ലനില്ലാത്ത കഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഈ രണ്ടാമത്തെ വ്യക്തി തങ്ങളുടെ ന്യായങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വാദമുഖങ്ങൾ നിരത്തുന്നില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി നടക്കുന്നു. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ഈ കാഴ്ചപ്പാടുകളുടെ ദിശ, അതായത് അവരെങ്ങോട്ടാണ് നോക്കുന്നത് എന്നത്, അവർ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് കർത്തൃത്വവും ഉത്തരവാദിത്വവും, അല്ലെങ്കിൽ എന്താ പറയുക, ഏജൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കാം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ നിങ്ങളുടെ കയ്യിലാണോ അതോ മറ്റാരുടെയെങ്കിലും കയ്യിലാണോ എന്നതാണ് ചോദ്യം. ഈ 29-ാം വാക്യത്തിലെ വ്യക്തി സ്വന്തം ജീവിതത്തെ എപ്പോഴും ഒരു ഇര എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൽ എന്തു മോശം സംഭവിച്ചാലും അതെന്റെ കുഴപ്പമല്ല, എന്റെ സാഹചര്യങ്ങളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരുടെ കുഴപ്പമാണ് എന്ന ആ ഒരു ചിന്ത. അതെ, ആ ഒരു വിക്ടിം മെന്റാലിറ്റി. ശരിക്കും ഒരു ഓഫീസിലെ മീറ്റിംഗിൽ പ്രൊജക്റ്റ് പരാജയപ്പെടുമ്പോൾ അത് ആ ഡിപ്പാർട്ട്മെന്റ് മെയിൽ അയക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ കൈകഴുകുന്നത് പോലെയല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. താൻ വെറുമൊരു കളിപ്പാവയാണെന്നും മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണെന്നും അവർ വാദിക്കുന്നു. താൻ വഴിതെറ്റിക്കപ്പെട്ടതാണ് എന്നവർ പറയുമ്പോൾ അതിനർത്ഥം തനിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നാണ്. അതെ, അതൊരു തരം കഴിവുകേട് സമ്മതിക്കലാണ്. അതെ, ഇവിടെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. സ്വന്തം പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആ ഏറ്റവും നിർണായകമായ അവസാന നിമിഷത്തിൽ പോലും അവർ അതിൽ നിന്ന് ഒഴിച്ചോടുകയാണ്. മറ്റുള്ളവരിലേക്ക് ഭാരം ഇറക്കിവെച്ച് സ്വയം ഇരയായി മാറുകയാണ് അവർ ചെയ്യുന്നത്. ഇതൊരു വലിയ ദുരന്തമാണ് കേട്ടോ. ശരിയാണ്. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണവർ. ഇതൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണല്ലേ? കാരണം സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനോ മുന്നോട്ടു പോകാനോ കഴിയില്ല. എപ്പോഴും അവർ മറ്റുള്ളവരുടെ പ്രവൃത്തികളെ ആശ്രയിച്ചാകും ജീവിക്കുക. അപ്പോൾ ഈ 30-ാം വാക്യത്തിലെ വ്യക്തി ഇതിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ലേഖനത്തിൽ 30-ലെ വ്യക്തിയുടെ ഗുണമായി എടുത്തു കാണിക്കുന്നത് ഇസ്തകാമു, അഥവാ അവർ ഉറച്ചുനിന്നു എന്നതാണ്. ഇതൊരു ചെറിയ കാര്യമായി കാണരുത്. ഇതൊരു നിരന്തരമായ സജീവമായ പ്രയത്നമാണ്. ഉറച്ചു നിൽക്കുക എന്നത് എളുപ്പമല്ലല്ലോ. അതെ, ഒരു കയറിന്മേൽ ബാലൻസ് ചെയ്ത് നടക്കുന്നത് പോലെ. എപ്പോഴും ശ്രദ്ധയോടെ സ്വയം ഉറച്ചു നിൽക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ആരും അവരെ താങ്ങി നിർത്തിയതല്ല. അവിടെ സ്വന്തം തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നുണ്ട്. താൻ വീണാൽ അത് തന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഇവിടെയാണ് ചെന്നവസാനിക്കുന്നത്. സ്വയം ഇരയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ഉള്ളിൽ സ്വാഭാവികമായും ഉടലെടുക്കുന്ന ഒരു വികാരമുണ്ട്, അതായത് കോപം. ആ 29-ാം വാക്യത്തിലെ വ്യക്തിയുടെ കോപത്തെക്കുറിച്ച് ലേഖനം പറയുന്ന ഭാഗം ശ്രദ്ധേയമാകുന്നത് ഇവിടെയാണ്. അതെ, അവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. തങ്ങളെ വഴിതെറ്റിച്ചവരെ കാലിനടിയിലിട്ട് ചവിട്ടി മെതിക്കണമെന്നാണത്രേ അവരുടെ ആഗ്രഹം. അത് വായിച്ചപ്പോഴെനിക്ക് തോന്നി, ഇവർക്ക് തങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരുത്തണമെന്നതിനേക്കാൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നൊരു വാശിയാണുള്ളതെന്ന്. ഈ കോപം നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്? ഒരിക്കലുമല്ല. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ആ കോപം നീതിക്ക് വേണ്ടിയുള്ള ദാഹമല്ല. അതൊരു തരം അപമാനത്തിൽ നിന്ന് ജനിച്ച വെറുപ്പാണ്. തന്നെ മറ്റുള്ളവർ വിഡ്ഢിയാക്കി അല്ലെങ്കിൽ കബളിപ്പിച്ചു എന്ന തോന്നലിൽ നിന്നുണ്ടാകുന്ന കോപം. നിങ്ങൾ ഈ മനഃശാസ്ത്രപരമായ വശം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നാണക്കേട് എന്നത് നമ്മെ തന്നെ വളരെ ചെറുതാക്കുന്ന ഒരു വികാരമാണ്. നാണക്കേട് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതെ, അത് സഹിക്കാൻ മനുഷ്യന് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ കോപം നമുക്കൊരു വ്യാജമായ കരുത്ത് നൽകുന്നു. ഞാൻ തോറ്റവനല്ല, മറിച്ചിൽ മറ്റുള്ളവരെന്നെ ചതിച്ചതാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ഈ കോപം നമ്മെ സഹായിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കോപം എന്നത് സ്വന്തം നാണക്കേടിന്റെ മറച്ചുവെക്കപ്പെട്ട ഒരു രൂപം മാത്രമാണ്, അതായത് ഷെയിം ഇൻ ഡിസ്ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താണ്? നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് ദേഷ്യം എന്നത് കരുത്തിന്റെ ലക്ഷണമാണെന്നാണ്.
ആരെങ്കിലും ഉറക്ക ശബ്ദമുണ്ടാക്കിയാൽ കോപിച്ചാൽ അവർക്ക് വലിയ കരുത്തുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അതെ, അതൊരു പൊതുവായ ധാരണയാണ്. പക്ഷേ ഇവിടെ ഈ ദേഷ്യം യഥാർത്ഥത്തിൽ സ്വന്തം കഴിവുകേടിനെയും നാണക്കേടിനെയും മറച്ചുവെക്കാനുള്ള ഒരു മുഖമൂടി മാത്രമാണ്, അല്ലേ? ഉള്ളിലെ ഭയവും അപകർഷതാബോധവും മറയ്ക്കാൻ പുറത്ത് കാണിക്കുന്ന വെറും കോപപ്രകടനം. എനിക്കത് ശരിക്കും പുതിയൊരു കാഴ്ചപ്പാടാണ് നൽകുന്നത്. അപ്പോൾ 30-ലെ വ്യക്തിയുടെ കാര്യമോ? അവർക്ക് കോപമോ ഭയമോ ഒന്നുമില്ലേ? അവിടെയാണ് ഈ ലേഖനം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. 30-ലെ വ്യക്തിക്ക് മലക്കുകൾ നൽകുന്നൊരു സന്ദേശമുണ്ട്: ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട എന്ന്. ഭയവും ദുഃഖവും മനുഷ്യസഹജമായ രണ്ട് വികാരങ്ങളാണ്. ശരിയാണ്, ആർക്കും ഭയമുണ്ടാകാം. ഭയമെന്നത് എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. ദുഃഖമെന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള വേദനയുമാണ്. മലക്കുകൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ആ വ്യക്തിയോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് തീർച്ചയായും ഭയവും നഷ്ടങ്ങളും ദുഃഖവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. വെയിറ്റ്, നിൽക്കൂ. അതെനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെയൊക്കെ പൊതുവായ ധാരണ വലിയ വിശ്വാസമുള്ളവർക്കും ലക്ഷ്യബോധമുള്ളവർക്കും യാതൊരു പേടിയും ഉണ്ടാകില്ല എന്നാണ്. ഭയം എന്നത് ഒരു ദൗർബല്യമായിട്ടല്ലേ നമ്മൾ കാണാറുള്ളത്? പിന്നെങ്ങനെയാണ് മലക്കുകൾ ഈ ഭയത്തെ സ്വാഭാവികമായി കാണുന്നത്? അവർ വലിയ ഹീറോകളായിരിക്കേണ്ടേ? അതാണ് പൊതുവെയുള്ള തെറ്റിദ്ധാരണ. ഭയമില്ലാത്ത അവസ്ഥയല്ല ഹീറോയിസം. ഭയമുണ്ടായിരിക്കുക എന്നത് ഒരു മനുഷ്യസഹജമായ കാര്യമാണ്. അവർക്ക് പേടിയും സങ്കടവും ഇല്ലാതിരുന്നിട്ടല്ല, മറിച്ച് ആ ഭയങ്ങൾക്കിടയിലും അവർ തങ്ങളുടെ വിശ്വാസത്തിൽ, തങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസ്തരായിരുന്നു എന്നതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. അതായത് ഭയത്തെ മറികടക്കുക. അതെ. ധീരത എന്നതിനേക്കാൾ പ്രതിബദ്ധതയോടുള്ള കൂറാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഭയമുണ്ടായിട്ടും സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിച്ചോടാതിരിക്കുക എന്നതാണ് യഥാർത്ഥ കരുത്ത്. അതൊരു മനോഹരമായ ചിന്തയാണ്. ഭയമില്ലാതിരിക്കുന്നതല്ല, ഭയത്തെ വകവയ്ക്കാതെ മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ കരുത്ത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൂട്ടി വായിച്ചാൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതി, സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, നാണക്കേട് മറയ്ക്കാനുള്ള കോപം, ഇതെല്ലാം കൂടി ഒടുവിലൊരു മനുഷ്യനെ എന്താക്കി മാറ്റുന്നു? ഇതൊരു വലിയ ആശയത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ, വികാരങ്ങളെ ഈ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഒടുവിൽ ഒരു വ്യക്തിയുടെ സ്വത്വത്തെ, അതായത് വ്യക്തിത്വത്തെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നതിലേക്കാണ് ഈ ലേഖനം നമ്മെ നയിക്കുന്നത്. അതെ, അതൊരു വലിയ പോയിന്റാണ്. ഇതൊരു പുണ്യവാളനും പാപിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ലളിതമായ ചർച്ചയല്ല. ഇത് മനുഷ്യ മനസ്സിന്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നതാണ് കാര്യം. അതായത് പ്രതികരിക്കുന്ന മനസ്സും വേരുറച്ച മനസ്സും തമ്മിലുള്ള വ്യത്യാസം. 29-ലെ വ്യക്തിയുടെ സ്വഭാവം നോക്കൂ. അവർ എപ്പോഴും ചുറ്റുമുള്ള ആൾക്കൂട്ടത്താലും അവരുടെ ശബ്ദങ്ങളാലും സ്വാധീനിക്കപ്പെടുന്നവരാണ്. മറ്റുള്ളവർ പ്രകോപിപ്പിച്ചാൽ ഇവർ പ്രതികരിക്കും. മറ്റുള്ളവർ വഞ്ചിച്ചാൽ ഇവർ ഇരയാകും. യഥാർത്ഥത്തിൽ ഈ ആൾക്കൂട്ടമില്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായ ഒരു അസ്തിത്വമില്ല, അല്ലേ? വളരെ ശരിയായ നിരീക്ഷണമാണ്. അവരുടെ മനസ്സ് എപ്പോഴും ചുറ്റുപാടിനോട് വെറുതെ പ്രതികരിക്കുന്നൊരു മനസ്സാണ്. ഒരു ബില്യാർഡ്സ് ബോൾ പോലെ, മറ്റാരെങ്കിലും വന്ന് തട്ടിയാൽ മാത്രം നീങ്ങുന്ന ഒന്ന്. ബില്യാർഡ്സ് ബോൾ പോലെ, കറക്റ്റ്. സ്വന്തമായി ഒരു ലക്ഷ്യമോ നിലപാടോ കാഴ്ചപ്പാടോ ഇല്ലാത്ത അവസ്ഥ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലൂടെ മാത്രമാണ് അവർ തങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തുന്നത്. എപ്പോഴും പരാതികൾ പറയാൻ അവർക്കൊരു വില്ലനെ ആവശ്യമുണ്ട്. എന്നാൽ 30-ലെ വ്യക്തിയുടെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. അവർ ദൈവവുമായി അല്ലെങ്കിൽ അവരുടെ പരമമായ ലക്ഷ്യവുമായി മാത്രം ബന്ധം സ്ഥാപിച്ചവരാണ്. അവർ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിന്റെ ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല. തന്നെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചവരെക്കുറിച്ച് അവർ ഓർക്കുന്നതേയില്ല. അവർ സ്വന്തം നിലപാടിൽ വേരുറച്ച മനസ്സുള്ളവരാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലുള്ള ഗൈറോസ്കോപ്പ് സെൻസറുകളെയാണ്. ഗൈറോസ്കോപ്പ്. അതെ, ഫോൺ നിങ്ങൾ എങ്ങോട്ട് തിരിച്ചാലും എത്ര കുലുക്കിയാലും ആ ഗൈറോസ്കോപ്പിന് അതിന്റെ കേന്ദ്രം എവിടെയാണെന്ന് കൃത്യമായി അറിയാം. അത് ചുറ്റുപാടുകൾക്കനുസരിച്ച് അതിന്റെ അടിസ്ഥാനം മാറ്റുന്നില്ല. ആ ഗൈറോസ്കോപ്പ് ഉപമ വളരെ മികച്ചതാണ് കേട്ടോ. അതാണ് ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തി സ്വന്തം സ്വത്വത്തെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് നിരന്തരം പ്രതികരിച്ച് ജീവിക്കുന്ന ഒരു റിയാക്റ്റീവ് സ്വഭാവമാണോ, അതോ സ്വന്തം കടമകളോടും ലക്ഷ്യങ്ങളോടും പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ആ ഗൈറോസ്കോപ്പ് പോലെ സ്വന്തം കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണോ എന്നതാണ് ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം. തീർച്ചയായും അതൊരു വലിയ ചോദ്യമാണ്.
ഏതു പ്രതിസന്ധിയിലും നമ്മെ നയിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ഈ പ്രതിബദ്ധതയാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള പ്രകോപനങ്ങളല്ല. അതെ, ഈ ആഴത്തിലുള്ള അന്വേഷണം നമ്മെ ചിന്തിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കുറ്റപ്പെടുത്തലുകളിൽ ജീവിതം തീർക്കുന്നവരും സ്വന്തം പ്രതിബദ്ധതയിൽ വേരുറച്ചുനിന്ന് മുന്നോട്ടു പോകുന്നവരുമായ രണ്ടു തരം മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി മനസ്സിലാക്കിയത്. മറ്റുള്ളവരാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ നിയന്ത്രിക്കുന്നത്, അതോ നിങ്ങളാണോ എന്ന് സ്വയം ചോദിക്കാൻ ഈ അറിവ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഉറപ്പായും. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ റിയർവ്യൂ മിററിലൂടെയാണോ പിന്നോട്ട് നോക്കുന്നത്, അതോ മുന്നോട്ടാണോ നോക്കുന്നത് എന്ന് സ്വയം ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഭയവും ദുഃഖവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ തളർന്നു പോകാതെ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് പ്രധാനം. അതെ, ഇന്ന് നാം ജീവിക്കുന്നത് നിരന്തരം ശബ്ദങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്ന ഒരു ലോകത്താണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു റിയാക്റ്റീവായ മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അതെ, നമ്മളെ പ്രകോപിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ശരിയാണ്. എവിടെ നോക്കിയാലും അഭിപ്രായങ്ങളും കുറ്റപ്പെടുത്തലുകളും പ്രകോപനങ്ങളുമാണ്. ഈ ചുറ്റുപാടുമുള്ള ആൾക്കൂട്ടത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങളെ എപ്പോഴും മറ്റുള്ളവരോട് വെറുതെ പ്രതികരിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളാക്കി മാറ്റുകയാണോ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ജീവിതം തീർക്കാൻ നാം ഈ ആൾക്കൂട്ടങ്ങളാൽ പ്രോഗ്രാം ചെയ്യപ്പെടുകയാണോ? അതോ നമ്മുടെ സ്വന്തം മൂല്യങ്ങളിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വേരുറപ്പിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതൊരു ക്രൂരമായ ചിന്തയാണ്. അതെ, ആ ചോദ്യം നിങ്ങളെ തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. മറ്റുള്ളവരുടെ പ്രകോപനങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാവയാണോ നിങ്ങൾ, അതോ സ്വന്തം ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നടക്കുന്ന വ്യക്തിയാണോ? ഈ വലിയ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ഡീപ് ഡൈവ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളും വേരുറച്ച ഒരു മനസ്സുള്ളവരാകട്ടെ എന്ന് ആശംസിക്കുന്നു. വികാരങ്ങൾ കടിമപ്പെടാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വീണ്ടും കാണാം. ഗുഡ് ബൈ.